ഹായ് നമസ്കാരം, പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അപ്പോഴും സുജിത്ത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രാത്രി ആട്ടോ. ഇപ്പൊ സമയം ഏകദേശം 9:30 ഞാൻ കുറെ നാളായിട്ടോ വീഡിയോ എടുക്കണം ഇങ്ങനെ എപ്പോഴും വിചാരിക്കും. അപ്പൊ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് രക്ഷാബന്ധനം കേട്ടോ, രാജസ്ഥാനിലെ. ഇപ്പൊ ഈ റോഡ് സൈഡ് കണ്ടില്ലേ, ഭയങ്കര ഭംഗിയാണ്. നമ്മുടെ നാട്ടിലെ ഓണമൊക്കെ കണ്ടില്ലേ, ഓണമൊക്കെ ആഘോഷിക്കുന്ന പോലെ തന്നെ ഇവിടെ കണ്ടില്ലേ, ഇതൊക്കെ ഫ്ലവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ പറഞ്ഞ ടെമ്പിളിലേക്ക് വേണ്ടിയിട്ടാട്ടോ, നമ്മുടെ ഇവിടുത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല, നമ്മളെ ഓണം പോലത്തെ സംഭവം അല്ല. അതേപോലെ തന്നെ ഈ രക്ഷാബന്ധനം എന്താ പരിപാടി എന്ന് അറിയാം, രക്ഷ നമ്മൾ ടൈ ചെയ്യില്ലേ, രാഖി നമ്മൾ ടൈ ചെയ്യില്ലേ, ആ ഒരു ഫെസ്റ്റിവൽ കേട്ടോ. നമ്മുടെ നാട്ടിൽ ഞാൻ കണ്ടിട്ടുമില്ല. അപ്പോൾ ഇവിടെ രക്ഷാബന്ധന്റെ ഒരു ഭയങ്കര ആഘോഷമായിട്ട് നടക്കുന്നത്. നാളെയാണ്, രാത്രിയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. എൻ്റെ പുറകിലൊരു ഷോപ്പ് കണ്ടില്ലേ, ആ ഷോപ്പിൽ ആൾക്കാർ കണ്ടോ, നമ്മൾ ഈ പടക്കമൊക്കെ വാങ്ങൂലേ ദീപാവലിക്കൊക്കെ, നമ്മൾ വിഷുവിനൊക്കെ നാട്ടിൽ പടക്കം വാങ്ങൂലേ, ആ ഒരു സെറ്റപ്പ് കേട്ടോ. അപ്പൊ ജസ്റ്റ് ഞാൻ ആ ഷോപ്പ് കാണിച്ചു, നല്ല സോങ്ങും കാര്യങ്ങളുണ്ട്. ഞാൻ ജസ്റ്റ് പോയിട്ട് കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ, നല്ല തിരക്കാട്ടോ. കണ്ടില്ലേ, വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതാണ് ഇവിടെ വിൽക്കുന്നത് കേട്ടോ. ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ റോഡ് സൈഡിൽ ആൾക്കാർ ഇവിടെയൊക്കെ റോഡ് സൈഡ് കണ്ടില്ലേ, എല്ലാ ഷോപ്പിലും. അതുപോലെ തന്നെ റോഡിന്റെ സൈഡിൽ കണ്ടില്ലേ, അവിടെ ഒരു ലേഡി നിൽക്കുന്നുണ്ടോ, അവരവിടെ നിന്ന് വാങ്ങുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ അവിടെയുണ്ട്. പിന്നെ ഇവിടെ കേട്ടോ മെയിൻ സെന്റർ, അതാണ് ഇത്രയും ആൾക്കാർ. മറ്റൊരു സ്ഥലം കേട്ടോ ഇതിവിടെ കണ്ടില്ലേ, ഇവിടെ അതുപോലെ തന്നെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടില്ലേ, വെറൈറ്റി ഒരുപാട് സാധനങ്ങൾ ഉണ്ടല്ലേ. കണ്ടില്ല, ആൾക്കാരൊക്കെ നോക്കുന്നുണ്ടല്ലേ, വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇതൊക്കെ കൈക്ക് കെട്ടാനാണ് കേട്ടോ, രാഗിയാണ്. ഇത് കണ്ടില്ലേ, ഇതൊക്കെയാണ് ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രമാണ് ഇതൊക്കെ. ഇല്ല, ഒരുപാടുണ്ട്, ഇത് ഉള്ളിലേക്കുണ്ട്. ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട്. പിന്നെ അവിടെ കണ്ടോ, അതൊരു സ്വീറ്റ് ഷോപ്പാട്ടോ, നമുക്കിൻ ഷോപ്പാണ്. അവിടെ ഫ്രണ്ട് സൈഡൊക്കെ കണ്ടില്ലേ, അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടല്ലേ. നമ്മളൊരു വിഷുവിനൊക്കെ തലേന്നൊരു എല്ലാ നാട്ടിലൊക്കെ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങില്ലേ, ആ ഒരു സെറ്റപ്പാണ്. ഇത് കണ്ടില്ലേ, ഇതൊരു ഷോപ്പാട്ടോ. ഷോപ്പിന്റെ ഫ്രണ്ടിൽ ഒരു ടെമ്പററി ആയിട്ട് ഇങ്ങനെ ഇതുപോലെ ടെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വെക്കുന്ന കേട്ടോ. ഇവിടെ അതുപോലെ തന്നെ ഇതാണ് ഒരു ഷോപ്പ്. അതിന്റെ ഫ്രണ്ടിൽ ഇതുപോലെ കണ്ടില്ലേ, ടെന്റൊക്കെ കെട്ടിയിട്ടാണ് ഇവർ ചെയ്യുന്നത്. ഇതാണ് കേട്ടോ ഇവിടുത്തെ കാഴ്ച എന്ന് പറയുന്നത്. ഭയങ്കര രസമാണ്. ഞാൻ പറഞ്ഞില്ലേ, രാജസ്ഥാനിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള വെറൈറ്റികളിൽ ഒരുപാട് സംഭവങ്ങൾ കാണാൻ പറ്റും. രാജസ്ഥാനിൽ മാത്രമല്ല കേട്ടോ, നോർത്ത് ഇന്ത്യയിൽ എവിടെ വന്നാലും നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഇവിടെ കാണുന്നത്. അവിടെ ഒരു ഷോപ്പ് ഉണ്ടല്ലേ, അവിടെ ഒരു ഷോപ്പ് ഉണ്ടല്ലേ, ആ ഒരു ഷോപ്പ് അത് തന്നെയാണ്. ഉള്ളിൽ കാണിച്ചു തരാം കേട്ടോ, ഉള്ളിലെ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഈ വാങ്ങുന്ന ആൾക്കാരൊക്കെ കണ്ടില്ലേ, ഇവര് നാളെ രാവിലെ അവരെ വീട്ടിലേക്ക് പോകും. മെയിൻ ആയിട്ട് വീട്ടിലേക്ക് പോകും. ഇപ്പം കല്യാണം കഴിഞ്ഞവരൊക്കെ ആണെങ്കിൽ അവർ നേരെ അവരെ അച്ഛൻ്റെ അമ്മയിലും വീട്ടിലേക്ക് പോകും. ഇത് അവിടെ പോയിട്ട് രാവിലെ ബ്രദേഴ്സ് ഉണ്ടാവില്ലേ, സഹോദരങ്ങൾക്ക് അവർ രാഗി ടൈ ചെയ്യും കേട്ടോ. അതാണ് ഇവിടുത്തെ കൾച്ചർ എന്ന് പറയുന്നത്. ശരിക്കും നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു ഓണം വിഷു പോലെയുള്ള ഒരു ഗെറ്റ് ടുഗദർ ഇല്ലേ, അത് തന്നെയാണ് കേട്ടോ ഇവിടുത്തെ കാഴ്ച എന്ന് പറയുന്നത്. ഇതാണ് ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ, നിങ്ങളൊന്ന് കാണിക്കണം എന്ന് വിചാരിച്ചു. ഭയങ്കര ആഘോഷമാണ് എൻ്റെ ഇവിടെ. വീഡിയോ കാണിക്കാൻ മാത്രമൊന്നുമില്ല, കാണിച്ച് എനിക്ക് ഫലിപ്പിച്ചെടുക്കാൻ പറ്റുന്ന അത്രയൊന്നുമില്ല, പക്ഷെ നല്ല ഭംഗിയുള്ളൊരു കാഴ്ച കേട്ടോ. അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ചെറിയൊരു വീഡിയോ ആയിരുന്നു. കണ്ടില്ലേ, ഒരുപാട് ആൾക്കാരൊക്കെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ വാങ്ങുന്നതൊക്കെ കാണാം. കണ്ടില്ലേ, മൈലാഞ്ചിയൊക്കെ ഇരുന്നുണ്ടല്ലേ അവിടെ. അതിൻ്റെ അവിടെ ക്ലോസ് ഷോട്ട് ഞാൻ കാണിച്ചിട്ട് കേട്ടോ. മറ്റു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതിലേക്കും ബൈ ബൈ.